3 പതിറ്റാണ്ട് മുൻപ് പുറത്തിറങ്ങിയ വടക്ക് നോക്കി യന്ത്രത്തിലെ തളത്തിൽ ദിനേശനെ കണ്ടപ്പോൾ ഇങ്ങനെയുള്ള പുരുഷന്മാരുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. എന്നാൽ ഇക്കാലത്ത് പല യുവാക്കളിലും ഒരു ദിനേശൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് ചില സംഭവങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ഭാര്യ ഫോണിൽ ആരോടെങ്കിലും സംസാരിച്ചാലോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലോ അതിനെ സംശയത്തിൻ്റെ കണ്ണോടെ നോക്കുന്ന ഭർത്താക്കന്മാരെ കുറിച്ച് കേൾക്കാറുണ്ടല്ലേ. ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള പുരുഷന്മാർക്കൊപ്പം ജീവിക്കുന്നതിലും ഭേദം ഒറ്റയ്ക്ക് താമസിക്കുന്നതാണെന്ന് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ചിന്തിച്ചാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെയാണ് ഭർത്താവിൻ്റെ സംശയരോഗവും ക്രൂരമായ പീഡനങ്ങളും സഹിച്ച് മടുത്ത് പെരുമ്പാവൂർ സ്വദേശിനിയായ യുവതി ഭർത്തൃവീട്ടിൽ നിന്നിറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ സൈക്കോപാത്തായ ഭർത്താവ് യുവതിയോട് പക വീട്ടിയത് അവളുടെ നഗ്നചിത്രം വാട്സാപ്പിൽ DP ആക്കിയാണ്. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നും അതിൻ്റെ പകയിലാണ് ഇങ്ങനെ ചെയ്തതെന്നുമാണ് യുവാവിൻ്റെ മൊഴി. പങ്കാളിയുടെ സംശയരോഗം ഒട്ടേറെ ദാമ്പത്യ ബന്ധങ്ങളാണ് തകർക്കുന്നത്. നിരവധി സ്ത്രീകളുടെ കണ്ണീരാണ് വീഴ്ത്തുന്നത്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ദാമ്പത്യ തകർച്ചയ്ക്ക് പിന്നാലെ പങ്കാളിയെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും പകവീട്ടുകയും ചെയ്യുന്ന പ്രവണത കേരളത്തിലെ യുവാക്കൾക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എറണാകുളം പെരുമ്പാവൂരിലെ സൈക്കോപാത്തായ യുവാവ് ഭാര്യയുടെ നഗ്നചിത്രം വാട്സാപ്പിൽ പ്രൊഫൈൽ DP ആക്കിയാണ് പകവീട്ടിയത്. ഭാര്യയോടുള്ള സംശയവും വൈരാഗ്യവുമാണ് യുവാവിനെ ഇതിന് പ്രേരിപ്പിച്ചത്. കേസിൽ കളമശ്ശേരി സ്വദേശിയായ 26-കാരനെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ടെന്നും അയാളുമായുള്ള വീഡിയോ കോളിൻ്റെ ചിത്രമാണ് പ്രചരിപ്പിച്ചതെന്നുമാണ് പ്രതിയുടെ മൊഴി. എറണാകുളം കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യ ഈ സമീപകാലത്തേറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. കാമുകൻ്റെയും കുടുംബത്തിൻ്റെയും ഭാഗത്തു നിന്ന് നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമം നടന്നുവെന്നും അതിൻ്റെ മനോവിഷമത്തിലാണ് സോന ജീവനൊടുക്കിയതെന്നുമായിരുന്നു ആരോപണം. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഉൾപ്പെടെ ഇത് വ്യക്തമാക്കിയതാണ്. എന്നാൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ പ്രതി റമീസ് നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്ന് പറയുന്നു. സംഭവം ലവ് ജിഹാദ് അല്ലെന്നും ആൺ സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ നിരാശയിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നുമാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. മരണത്തിൽ NIA അന്വേഷണം വേണമെന്ന പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ ആവശ്യം നിലനിൽക്കെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രണയം തുടരാനാകില്ലെന്ന് മനോവിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ കുറ്റപത്രം ഈ ആഴ്ച കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. റമീസിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡനം, ശാരീരിക ഉപദ്രവം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. റമീസിന്റെ മാതാപിതാക്കളും സുഹൃത്ത് സഹദും പ്രതികളാണ്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരുന്നത്. ഓഗസ്റ്റ് 9 ശനിയാഴ്ച രാവിലെയാണ് കോതമംഗലത്തെ വീട്ടിൽ 23-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ നിന്നാണ് പ്രതി റമീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. റമീസിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനായിരുന്നു പെൺകുട്ടിയുടെ തീരുമാനം. എന്നാൽ പ്രതിയുടെ മോശം സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞ പെൺകുട്ടി ഇത് ചോദ്യം ചെയ്യുകയും ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു. രജിസ്റ്റർ മാരേജ് ചെയ്യണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടെങ്കിലും മതം മാറാൻ പ്രതി നിർബന്ധിച്ചുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പെൺകുട്ടിയുടെ കുടുംബവും BJPയും NIA അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഈ നാട്ടിൽ പെൺകുട്ടികൾ ഭർത്തൃവീട്ടിൽ അനുഭവിക്കുന്ന യാതനകളും അവരുടെ ദുരിതപൂർണമായ ജീവിതവും മാതാപിതാക്കൾ കാണാറുള്ളതല്ലേ. അവൾക്ക് മികച്ച വിദ്യാഭ്യാസവും ജോലിയും ഇല്ലാതെ വരുമ്പോഴാണ് ഒരടിമയെപ്പോലെ ജീവിക്കേണ്ടി വരുന്നത്. എന്നിട്ടും പ്രായപൂർത്തിയാകും മുൻപ് പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് ബാധ്യത ഒഴിവാക്കാൻ നോക്കുന്ന ചില മനസാക്ഷിയില്ലാത്ത രക്ഷിതാക്കളുണ്ട് ഇവിടെ. മലപ്പുറത്ത് 9ാം ക്ലാസ്സുകാരിയെ വിവാഹം കഴിപ്പിക്കാൻ നീക്കമുണ്ടായി. മലപ്പുറം കാടാമ്പുഴയിലാണ് പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം നടത്തിയത്. സംഭവത്തിൽ 14-കാരിയുടെയും വരൻ്റെയും വീട്ടുകാർക്കെതിരെ കേസെടുത്തു. പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്.
മലപ്പുറം കാടാമ്പുഴയ്ക്കടുത്ത് മാറാക്കര മരവട്ടത്താണ് സംഭവം. 14 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. വിവാഹ നിശ്ചയം നടക്കുന്നതറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുകയും കേസെടുക്കുകയുമായിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർക്കെതിരെയും പ്രതിശ്രുത വരനും വീട്ടുകാർക്കുമെതിരെയും പോലീസ് കേസെടുത്തു. ഇതിനു പുറമെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്ത 10 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. 14 വയസ്സുള്ള പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. ഈ കഴിഞ്ഞ ദിവസം കാടാമ്പുഴയിൽ മരവട്ടം എന്ന സ്ഥലത്ത് ശൈശവ വിവാഹത്തിനുള്ള ശ്രമം നടത്തുകയുണ്ടായി. ഈ വിവരം മുമ്പ് ചൈൽഡ് ഹെൽപ്പ് ലൈനിന് വിവരം ലഭിക്കുകയും അതേ തുടർന്ന് CHL കോർഡിനേറ്റർ ഈ കഴിഞ്ഞ 10-ാം തീയതി കുട്ടിയുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളെക്കുറിച്ച് വിവാഹത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നലെ, ഈ കുട്ടിയുടെ വീട്ടിൽ വീണ്ടും ഈ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ട അല്ലെങ്കിൽ മിഠായി കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട് ഈ പ്രദേശത്ത്. അതുമായി ബന്ധപ്പെട്ട് മിഠായി കൊടുത്ത് കല്യാണം നിശ്ചയിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ കാടാമ്പുഴ പോലീസ് ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ആ സംഭവ സ്ഥലത്ത് എത്തുകയും ഈ കാര്യം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ എന്നോട് ഫോൺ ചെയ്ത് അറിയിക്കുകയും തുടർന്ന് കുട്ടിയെ ഉടൻ തന്നെ റെസ്ക്യൂ ചെയ്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ ഹാജരാക്കുകയും കുട്ടിയെ ഒരു ബാല സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. മുൻപും പലപ്പോഴും മലപ്പുറത്ത് ശൈശവ വിവാഹത്തിന് പോലീസ് കേസെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതിനിടെയാണ് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം നടന്നത്. പരിസരവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവം പുറത്തറിഞ്ഞത്. പ്രായപൂർത്തിയായ യുവാവാണ് 14-കാരിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് വരുമാനം നേടാം. അങ്ങനെ ഓരോ ദിവസവും 5000 രൂപ വീതം ലഭിക്കും. വീട്ടിൽ ജോലിയൊന്നുമില്ലാതിരിക്കുന്ന യുവതികൾക്ക് ഈ പരസ്യം കാണുമ്പോൾ ഒരാകർഷണം തോന്നാമല്ലേ? എന്നാൽ ഇൻസ്റ്റഗ്രാം വഴിയുള്ള ഈ പരസ്യം പച്ചയായ തട്ടിപ്പാണ് കേട്ടോ. പെട്ടാൽ പണി പാളിയത് തന്നെ. എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ യുവതിക്ക് നഷ്ടമായത് 5 ലക്ഷത്തിലധികം രൂപയാണ്. മലയാളികൾ തന്നെയാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്നാണ് വിവരം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോമിലൂടെ പണം നേടാമെന്ന ഇൻസ്റ്റാഗ്രാമിലെ പരസ്യം കണ്ടാണ് യുവതി ലിങ്കിൽ ക്ലിക്ക് ചെയ്തത്. സ്വകാര്യ സ്ഥാപനത്തിലെ HR അസിസ്റ്റന്റ് എന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരാൾ വാട്സപ്പിലൂടെ സന്ദേശം അയച്ചു. 5000 രൂപ വീതം ഓരോ ദിവസവും വരുമാനമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളുടെ റിവ്യൂ നൽകാനുള്ള ജോലി നൽകുകയും പലപ്പോഴായി 4000-ഓളം രൂപ നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെ ടെലിഗ്രാം ആപ്പിലൂടെ മുൻകൂർ പണം വാങ്ങിയുള്ള ചില ജോലികളും ചെയ്യിപ്പിച്ചു. പല തവണയായി 5,70,70,500 രൂപ യുവതിയിൽ നിന്ന് സംഘം തട്ടിയെടുക്കുകയായിരുന്നു. പണം വാങ്ങിയ ശേഷം തന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തതോടുകൂടിയാണ് താൻ തട്ടിപ്പിനിരയായതായി യുവതി മനസ്സിലാക്കിയത്. ഇതോടെ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ മട്ടാഞ്ചേരി സ്വദേശിനിയായ വീട്ടമ്മയിൽ നിന്ന് 2.88 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി പിടിയിലായത്. കൊച്ചിയിൽ സൈബർ തട്ടിപ്പ് തുടർക്കഥയാകുകയാണെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ 1 മാസത്തിനിടെ 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപം നടത്താൻ പറ്റിയ സമയമാണ്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം എന്നൊക്കെയാണ് വാഗ്ദാനം. ഇത് കേൾക്കുമ്പോഴേ പലരും പണം നിക്ഷേപിക്കാൻ രംഗത്തിറങ്ങും. എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ കൈകൊള്ളും കേട്ടോ. പാലക്കാട് ശേഖരിപുരത്ത് യുവതിയിൽ നിന്ന് ഓൺലൈൻ ഷെയർ ട്രേഡിംഗിൻ്റെ പേരിൽ 45 ലക്ഷത്തിലേറെ രൂപയാണ് തട്ടിയെടുത്തത്. കേസിൽ തമിഴ്നാട് തിരുവള്ളൂർ സ്വദേശി അൽഫോൻസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓൺലൈനായി ഷെയർ ട്രേഡിംഗിൽ നടത്തി വലിയ വരുമാനം നേടാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. പലപ്പോഴായി 45,41,000 രൂപയാണ് 24-കാരനായ അൽഫോൺസ് തട്ടിയെടുത്തത്. കഴിഞ്ഞ ജൂലൈ മുതലാണ് തട്ടിപ്പിന്റെ തുടക്കം. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ വലിയ വരുമാനം നേടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു ഇയാൾ. വാട്സപ്പ് വഴിയായിരുന്നു സംസാരം മുഴുവൻ.
ആദ്യം ചെറിയ തുകകൾക്ക് ലാഭം നൽകി വിശ്വാസം നേടിയെടുത്തു. വൻ തുക നിക്ഷേപിച്ച് കൂടുതൽ ലാഭം നേടാമെന്ന പ്രേരണയിലാണ് ശേഖരീപുരം വീണുപോയത്. 45,41,000 രൂപ നിക്ഷേപമായി അടപ്പിച്ച ശേഷം മുഴുവൻ തുകയും തട്ടിയെടുക്കുകയായിരുന്നു. അബദ്ധം മനസ്സിലാക്കിയ പരാതിക്കാരി പാലക്കാട് സൈബർ പോലീസിനെ സമീപിച്ചു. കേസ് രജിസ്റ്റർ ചെയ്ത പാലക്കാട് സൈബർ ക്രൈം പോലീസ് തിരുവള്ളൂരിൽ നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സമാനമായ തട്ടിപ്പിന് മഹാരാഷ്ട്രയിലെ പൂനെ സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിലും ഇയാളുടെ പേരിൽ പരാതി നിലവിലുണ്ട്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി DCRB പ്രസാദ് എമ്മിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ T ശശികുമാർ, പോലീസ് സബ് ഇൻസ്പെക്ടർ ഡെനീവ് VR, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബുദ്ദീൻ, സുജിത് S, സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് ഫാസിൽ, ബിജു VK, ശരണ്യ PK എന്നിവരുൾപ്പെട്ട സംഘമാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് 18 പാലക്കാട്. കേരളത്തിൽ RBI ചട്ടങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നിക്ഷേപ തുക ഉപയോഗിച്ച് BLM തൃശ്ശൂരിലെ രാഗം തിയേറ്റർ വാങ്ങിയതിൻ്റെ രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. തൃശ്ശൂർ സ്വദേശിയായ വ്യവസായിയിൽ നിന്ന് 50 സെന്റ് സ്ഥലവും കെട്ടിടവും 70 കോടി രൂപയ്ക്കാണ് BLM വാങ്ങിയത്. പിന്നീട് ഈ സ്ഥലം ഈടുവെച്ച് ചെന്നൈയിലെ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് 50 കോടി രൂപ വായ്പ എടുത്തതായും EDക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. BLMന്റെ കള്ളപ്പണ ഇടപാടുകൾക്കൊപ്പം ഇത്തരം സാമ്പത്തിക തിരിമറികളും അന്വേഷണ പരിധിയിലാണ്. തൃശൂർ നഗരഹൃദയത്തിലുള്ള രാഗം തിയേറ്ററും 50 സെന്റോളം സ്ഥലവും 2024 ഒക്ടോബറിലാണ് BLM വാങ്ങിയത്. നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ച 70 കോടി 50 ലക്ഷം രൂപ ഇതിനായി ചിലവഴിച്ചു. പിന്നീട് ഈ സ്ഥലം ഈടായി നൽകി ചെന്നൈയിലെ 2 ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് 50 കോടി രൂപ വായ്പ എടുത്തതായി രജിസ്ട്രേഷൻ വകുപ്പിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. 2024 ഡിസംബർ 23-നാണ് ഈ ഇടപാട് നടന്നതെന്നാണ് വിവരം. സാധാരണക്കാരായ നിക്ഷേപകരുടെ പണം ഉപയോഗിച്ച് രാഗം തിയേറ്റർ വാങ്ങിയെന്നും കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ഷെയർ സ്വന്തമാക്കിയെന്നും പറയുന്ന BLM നിക്ഷേപകരെ അറിയിക്കാതെയാണ് സ്ഥാപനത്തിന്റെ പ്രധാന ആസ്തികളിലൊന്ന് പണയപ്പെടുത്തിയത്. ഈ പണം എന്താവശ്യത്തിനാണ് ഉപയോഗിച്ചതെന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. തൃശ്ശൂരിലെ വ്യവസായിയായ NV ജോർജിൽ നിന്ന് തന്നെയാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ഷെയറും BLM സ്വന്തമാക്കിയത്. ഈ രീതിയിലാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് വലിയ പലിശ വാഗ്ദാനം ചെയ്ത് സമാഹരിക്കുന്ന നിക്ഷേപങ്ങൾ BLM ഉൾപ്പെടെയുള്ള മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ മറ്റു പല ഇടപാടുകൾക്കും ഉപയോഗിക്കുന്നതെന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. ഈ ഇടപാടുകളുടെ വിവരങ്ങൾ IBയും EDയും ശേഖരിച്ചു. 16 മുതൽ 20% വരെയും പലിശ വാഗ്ദാനം ചെയ്ത് വ്യാപകമായ രീതിയിൽ തുക സമാഹരിച്ചതായും ഇതിന്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. BLMനെ കൂടാതെ പ്രൈഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, വിന്നർ റോയൽ വർഷ, ജീവൻ ജ്യോതി തുടങ്ങിയ സഹകരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളാണ് EDയുടെ അന്വേഷണ പരിധിയിലുള്ളത്. ന്യൂസ് 18 കൊച്ചി. ഇവിടെ സിസ്റ്റം തകരാറിലാണ് സാർ. എന്നാൽ അങ്ങനെ തുറന്നു പറയുന്നവരെ അഴിക്കുള്ളിലാക്കുന്ന ഭരണകൂടമാണ് ഈ സംസ്ഥാനത്തുള്ളത്. മലപ്പുറം ചേലേമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ദുരനുഭവം പറഞ്ഞ് വീഡിയോ ചെയ്ത ഭിന്നശേഷിക്കാരനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ്. ചേലേമ്പ്ര സ്വദേശി സുബൈറിനെതിരെയാണ് കേസെടുത്തത്. 80% അംഗപരിമിതിയുള്ള സുബൈർ റാമ്പില്ലാത്തതിനാൽ നിലത്തിഴഞ്ഞു ചെന്ന് മെഡിക്കൽ ഓഫീസറോട് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ വീഡിയോയാണ് പങ്കുവച്ചത്.
പിന്നാലെയാണ് പ്രതികാര നടപടി. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ചേലേമ്പ്ര സ്വദേശി സുബൈറിനെതിരെ തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്തത്. സംഭവത്തിനാസ്പദമായ കാര്യം ഇങ്ങനെയാണ്. ഇയാൾ 80% ഭിന്നശേഷിയുള്ള അംഗപരിമിതിയുള്ള വ്യക്തിയാണ് സുബൈർ. അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് ചേലേമ്പ്രയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചെന്നു. പക്ഷേ അവിടെ റാമ്പ് ഇല്ലാത്തതിനാൽ ഇയാൾക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് അദ്ദേഹം ഇഴഞ്ഞാണ് മെഡിക്കൽ ഓഫീസറുടെ അടുത്തേക്ക് പോയതും ഇക്കാര്യങ്ങൾ പറഞ്ഞതും റാമ്പ് ഇല്ലാത്തതിൻ്റെ ദുരിതവും മറ്റു കാര്യങ്ങളൊക്കെ പറയുകയും അത് മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇത് ഈ പല സാമൂഹ്യ മാധ്യമങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തായാലും സുബൈർ പറഞ്ഞത് റാമ്പില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിക്കുകയും അവിടെ റാമ്പ് ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസ് ഇപ്പോൾ ഈ ചേലേമ്പ്രയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. ഇവർ അവിടെ എത്തി അപമര്യാദയായി പെരുമാറി, ഡ്യൂട്ടിക്ക് തടസ്സം നിന്നു, സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണം നടത്തി, ഇവരെ അപമാനിക്കുന്ന തരത്തിൽ വീഡിയോ പങ്കുവച്ചു എന്ന കാര്യങ്ങളാണ് പരാതിയിൽ അവർ ഉന്നയിക്കുന്നത്. ഇതനുസരിച്ചാണ് ഇപ്പോൾ പോലീസ് ഇയാൾക്കെതിരെ ഹെൽത്ത് കെയർ സർവീസിലെ പ്രൊട്ടക്ഷൻ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകളനുസരിച്ച് കേസെടുത്തിരിക്കുന്നത്. അതായത് ഡോക്ടർമാർ പരാതിപ്പെടുമ്പോൾ അതിനെ ചുമത്തുന്ന വകുപ്പുകളാണ് ഈ സുബൈറിനെതിരെ ചുമത്തിയിട്ടുള്ളത്. പോലീസ് പറയുന്നത് ഒരു ഗവൺമെൻറ് സർവീസിലെ ഡോക്ടർ ഇത്തരത്തിൽ പരാതിപ്പെടുമ്പോൾ അതിൽ കേസെടുക്കാതിരിക്കാനാകില്ല. അതുകൊണ്ടാണ് ഈ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നതെന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. ഇയാൾ അവിടെ എത്തി മോശമായി പെരുമാറി എന്ന തരത്തിലാണ് ആരോഗ്യവകുപ്പിൻ്റെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. ഒരു പരാതി എഴുതി കൊടുത്താൽ മതിയായിരുന്നു, പക്ഷേ അതിനു പകരം ജീവനക്കാരെ ആരോഗ്യ വകുപ്പിലെ പ്രത്യേകിച്ച് കുടുംബാരോഗ്യത്തിലെ ഡോക്ടറൊക്കെ മോശമായി സംസാരിച്ച് അവരോടൊക്കെ മോശമാകുന്ന തരത്തിൽ പെരുമാറിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരാതി എന്ന കാര്യമാണ് അവർ പങ്കുവയ്ക്കുന്നത്. സുബൈർ ഇപ്പോൾ സ്ഥലത്തിൽ അദ്ദേഹം ഗോവയിലാണുള്ളത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടികളായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. മലപ്പുറത്ത് നിന്ന് CV അനുമോദ്, ന്യൂസ് 18. ഓപ്പറേഷൻ നുങ്കൂറിൽ കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനം തിരികെ കിട്ടണമെന്ന് ദുൽഖർ സൽമാന്റെ അപേക്ഷ. ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് വാഹനം താൽക്കാലികമായി വിട്ടു നൽകണമെന്നാണ് കസ്റ്റംസ് നൽകിയ അപേക്ഷയിൽ പറയുന്നത്. രേഖകൾ പരിശോധിച്ച് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ദുൽഖറിന്റെ അപേക്ഷയിൽ 10 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതിനിടെ ഭൂട്ടാനിൽ നിന്ന് കടത്തി ഇന്ത്യയിലെത്തിച്ച കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കസ്റ്റംസ്. കഴിഞ്ഞ ദിവസമാണ് ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടുകൊടുക്കാൻ ഹൈക്കോടതി കസ്റ്റംസിന് ഇടക്കാല ഉത്തരവ് നൽകിയത്. അതനുസരിച്ചാണ് ദുൽഖർ സൽമാൻ കസ്റ്റംസിന് അപേക്ഷ നൽകിയത്. ഓപ്പറേഷൻ നുങ്ഖോറിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടു നൽകണമെന്നാണ് അപേക്ഷ. ദുൽഖറിന്റെ അപേക്ഷ പരിഗണിച്ച ശേഷം നടപടി കൈക്കൊള്ളണമെന്നും ഹൈക്കോടതി സൂചിപ്പിച്ചിരുന്നു. ഏത് സാഹചര്യത്തിലാണ് വാഹനം കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നതെന്നും അത് വിട്ടുകൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഇക്കാര്യം വ്യക്തമാക്കി കസ്റ്റംസ് ഉത്തരവിറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ വാഹനം വിട്ടു നൽകിയില്ലെങ്കിൽ ദുൽഖറിനോട് വീണ്ടും അപേക്ഷ നൽകാനും കോടതി ഉത്തരവുണ്ട്. എന്തുകൊണ്ടാണ് ദുൽഖർ സൽമാന്റെ 3 വാഹനങ്ങൾ പിടിച്ചെടുത്തപ്പോൾ ഒരെണ്ണത്തിന്റെ മാത്രം അപേക്ഷ നൽകിയതെന്നാണ് കസ്റ്റംസ് കോടതിയിൽ ചോദിച്ചത്. ദുൽഖർ നേരിട്ട് ഹൈക്കോടതിയിലായിരുന്നില്ല, കസ്റ്റംസ് അപ്പലേറ്റ് ട്രിബ്യൂണലിലായിരുന്നു ഹാജരാകേണ്ടിയിരുന്നതെന്നും ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ സൂചിപ്പിച്ചു. കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫിയുടെ ഷോയല്ലായിരുന്നു, പോലീസിന്റെ ഷോയായിരുന്നു. ഷാഫിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസിന്റെ വീഴ്ച തുറന്നത് സംബന്ധിച്ച് റൂറൽ SP. പോലീസിലെ ചില ആളുകൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും അവരെ കണ്ടെത്താൻ ശ്രമം നടക്കുകയാണെന്നും KE ബൈജു പറഞ്ഞു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് DGPക്ക് പരാതി നൽകിയിരുന്നു. 5 ദിവസത്തിനുള്ളിൽ അച്ചടക്ക നടപടി ഉണ്ടായില്ലെങ്കിൽ പോലീസുകാരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തുമെന്നും കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. പേരാമ്പ്രയിലെ UDF മാർച്ചിന് നേരെ ലാത്തി വീശിയില്ല എന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി റൂറൽ SP പറഞ്ഞു. കമാൻഡ് നൽകുകയോ വിസിലടിച്ച് അടിച്ചോടിക്കുകയോ ചെയ്യുന്ന ആക്ഷൻ അവിടെ നടന്നിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കി. അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ AI ടൂളുകൾ ഉപയോഗിച്ച് അന്വേഷണം നടത്തി വരികയാണ്. MP യെ പുറകിൽ നിന്ന് അടിച്ചുവെന്നും KE ബൈജു പറഞ്ഞു.
ലാത്തിചാർജ് ഞങ്ങൾ പോലീസ് ചെയ്തിട്ടില്ല. ലാത്തിചാർജ് നിങ്ങൾ കണ്ടു കാണും. ഒരു കമാൻഡ് ചെയ്യും, വിസിലടിക്കും, അടിച്ചോടിക്കും. അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI വിളക്ക് ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ അല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും MP-നെ കൂടെ നിന്ന് പോലീസുകാർ പുറകിൽ നിന്ന് ലാത്തിക്കൊണ്ട് ഇങ്ങനെ കിട്ടുന്നൊരു ഉണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ എല്ലാ വിഷ്ണു നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല, ലാത്തിച്ചാർജ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഷാഫിയെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് DGPക്ക് കത്ത് നൽകി. 2 DYSPമാരും 5 പോലീസുകാരുമാണ് പ്രകോപനത്തിന് പിന്നിൽ. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ റൂറൽ SP-യുടെ വീട് ഉപരോധിക്കുമെന്നും DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ അറിയിച്ചു. ആ പർട്ടിക്കുലർ പോലീസുകാരനെ ഞങ്ങൾക്ക് ഏകദേശം അറിയാം, പക്ഷെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പാർട്ടിക്ക് ഇപ്പോൾ സാധിച്ചിട്ടില്ല. എന്നാൽ അതിൽ നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ടറിയാം. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ 2 DYSPമാർക്കെതിരെയും ഷാഫിയെ തല്ലിയ പോലീസുകാരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ DGPക്ക് പരാതി അയച്ചത്. അത് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ 5-6 ദിവസം കാത്തു നിൽക്കും. അടുത്ത ദിവസം റൂറൽ SP വടകര താമസിക്കുന്ന വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. പാർലമെന്റ് അംഗമായ ഷാഫിയെ മർദ്ദിച്ച സംഭവത്തിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകും. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിനു പിന്നാലെ UDFും LDFും കഴിഞ്ഞ ദിവസം വൈകിട്ട് പേരാമ്പ്രയിൽ റാലി സംഘടിപ്പിച്ചിരുന്നു. റാലികൾ നേർക്കുനേർ വന്നതോടെ പോലീസ് UDF റാലി തടഞ്ഞു. തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് ഷാഫി പറമ്പലിന് പരിക്കേറ്റത്. മൂക്കിന് പരിക്കുപറ്റിയ ഷാഫി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 കോഴിക്കോട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊള്ളയിൽ നടന്നത് വൻ ഗൂഢാലോചനയാണ്. ഇതിന്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്ന് പോലും സംശയമുണ്ട്. അതോടെ കേസ് അന്വേഷണത്തിന് EDയും രംഗത്തിറങ്ങിയിരിക്കുന്നു. അതിനിടെ സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്തു. 2019 A. പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയെയാണ് കട്ടിളപ്പാളിയിലെ സ്വർണ്ണ കവർച്ചയിൽ പ്രതി ചേർത്തത്. എന്നാൽ ആരോപണങ്ങൾ പ്രതിപട്ടികയിലുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും അക്കാലത്ത് ദേവസ്വം കമ്മീഷണർ A. വാസുവും നിഷേധിച്ചു. ശബരിമലയിലെ കട്ടടപ്പാളിയിൽ നടന്ന സ്വർണ്ണക്കവർച്ചയിൽ രജിസ്റ്റർ ചെയ്ത 2ാമത്തെ കേസിലാണ് ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാകുന്നത്. അംഗങ്ങളുടെ പേരെടുത്ത് പറയാതെ ദേവസ്വം ബോർഡ് എന്നാണ് 8ാം പ്രതിയായി ചേർത്തിരിക്കുന്നത്. കട്ടിളപ്പാളി കൈമാറുന്ന സമയത്ത് A. പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ളതാണ് ഭരണസമിതി. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് 1ാം പ്രതി. കൽപേഷ് അന്നത്തെ ദേവസ്വം കമ്മീഷണർ N. വാസു, തിരുവാഭരണം കമ്മീഷണർ KS ബൈജു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാർ എന്നിവരാണ് 7 വരെയുള്ള പ്രതികൾ. എന്നാൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം. അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്താ അതിൻ്റെ FIRൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. യഥാർത്ഥ കാര്യങ്ങളെ വിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും. ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഉണ്ടായിട്ടില്ല. തനിക്കെതിരെ ഒരു തെളിവും അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഉണ്ടാവില്ലെന്ന് അന്നത്തെ ദേവസ്വം കമ്മീഷണർ N. വാസുവും പറഞ്ഞു. കട്ടിളപ്പാളി കൊണ്ടുപോകാനുള്ള ഉത്തരവ് ദേവസ്വം ബോർഡ് ഭരണസമിതി അറിയാതെ ദേവസ്വം സെക്രട്ടറിക്ക് മാത്രം പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ന്യൂസ് 18 തിരുവനന്തപുരം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം നിർമ്മിക്കുന്നതിലെ ക്രമക്കേട് കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് പരിശോധന. ക്ഷേത്രത്തിനുള്ളിൽ സൂക്ഷിക്കേണ്ട ജീവതയും നെറ്റിപ്പട്ടവും കൂടാതെ ലക്ഷങ്ങളുടെ പൂജാ സാധനങ്ങളും കണ്ടെടുത്തു. പാക്കറ്റുകളിലാക്കിയ കറുത്ത പൊടിയും മദ്യക്കുപ്പികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അനധികൃതമായി നിർമ്മിച്ചതായി കണ്ടെത്തിയ കരിപ്രസാദത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കാനും തീരുമാനമുണ്ട്.
ദേവസ്വം വിജിലൻസ് SI രാകേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. SP റാങ്കിലുള്ളവർ നേരിട്ടെത്തി തെളിവുകൾ ശേഖരിക്കണമെന്നാവശ്യപ്പെട്ട BJP ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ രംഗത്തെത്തി. കർശന നടപടിയെടുക്കുമെന്ന ഉറപ്പിന്മേൽ പരാതിക്കാരുടെയും ദേവസ്വം അധികൃതരുടെയും മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. ദേവസ്വം കമ്മീഷണർ സീൽ ചെയ്ത വീട്ടിൽ പരിശോധന നടത്തി. അനധികൃതമായി നിർമ്മിച്ചതായി കണ്ടെത്തിയ കരിപ്രസാദത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. ഇന്നലെ കഴിഞ്ഞ ദിവസം സീൽ ചെയ്തിരുന്ന ആ റൂം തുറന്ന് അകത്ത് കയറി പരിശോധിച്ചു. നമ്മുടെ നാട്ടുകാരിൽ നിന്നും കൂടെ ഒരു 3 പ്രതിനിധികളെ വിളിച്ചിട്ടാണ്, സാക്ഷികളായിട്ട് നിർത്തിയിട്ടാണ് എല്ലാം വെരിഫൈ ചെയ്ത് കണ്ടുകെട്ടി ബന്ധോസാക്കി എടുത്തിട്ടുള്ളതാണ്. അതിനകത്ത് കണ്ടെത്തിയ മൊബൈൽ ഫോണ്, പിന്നെ നെയ്യ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം ബന്ധോസാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പം ദേവസ്ഥത്തിൽ തന്നെയുള്ള ഒരു റൂമിലേക്ക് ഇത് മാറ്റി ലോക്ക് ചെയ്യും. ഇപ്പം നിലവിലിപ്പം AC-യുടെ അസിസ്റ്റൻസ് കമ്മീഷണർ എൻ്റെ സീലാണ്, ഇപ്പം എൻ്റെ ഡെസിഗ്നേഷൻ്റെ സീലാണ് ഇപ്പോൾ വച്ചേക്കുന്നത്. ഇനി അത് പക്ഷേ കസ്റ്റോഡിയൻ വന്നിട്ട് വിജിലൻസ് തന്നെയായിരിക്കും, വിജിലൻസ് ഓഫീസേഴ്സ് തന്നെയായിരിക്കും അതിൻ്റെ കസ്റ്റോഡിയനായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത് ഇന്നലെ കണ്ടു എന്ന് പറയുന്ന അങ്ങോട്ട് പോവാണ്. ഗണപതി ഹോമത്തിന്റെ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കേണ്ട കരിപ്രസാദമാണ് കറുത്തപ്പൊടി ഉപയോഗിച്ച് നിർമ്മിച്ചത്. പാക്കറ്റുകളിലാക്കിയ കറുത്തപ്പൊടി, മദ്യക്കുപ്പികൾ, ആനയുടെ നെറ്റിപ്പട്ടം എന്നിവ കണ്ടെത്തി. സാധനങ്ങൾ ചാക്കുകളിലാക്കി ദേവസ്വം കെട്ടിടത്തിലേക്ക് മാറ്റി സീൽ ചെയ്തു. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. കള്ള് ഷാപ്പുകളിൽ പോയാൽ കള്ള് കുടിക്കാം, എന്നാൽ അവിടെ ചെന്ന് വിദേശ മദ്യം കുടിക്കണമെന്ന് പറഞ്ഞാൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? സ്വാഭാവികമായും ഷാപ്പ് ജീവനക്കാർ അതിനെ ചോദ്യം ചെയ്യും. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ കള്ളു ഷാപ്പിലെത്തിയ ഷാക്കുൽ ഹമീദ് എന്ന യുവാവ് വിദേശ മദ്യം കുടിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഷാപ്പ് ജീവനക്കാരനായ രമേശന് അനുവാദം നൽകിയില്ല. പിന്നീട് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ഹമീദ് അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു. എന്നാൽ മദ്യം തലയ്ക്ക് പിടിച്ചപ്പോൾ അയാളുടെ ഉള്ളിൽ പകമൂത്തു. അതോടെ രാത്രിയിൽ മദ്യലഹരിയിലെത്തിയ യുവാവ് ഷാപ്പ് ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. കേസിൽ പ്രതി ഷാക്കുൽ ഹമീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ നാട്ടിലെ ഓരോ നിയമങ്ങളും എഴുതി വച്ചിരിക്കുന്നത് അത് പാലിക്കാനാണ്, അല്ലാതെ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനല്ലെന്ന് ഷാഹുലിനെ പോലെയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തേ മതിയാകൂ. അയാൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ പോലീസും നമ്മുടെ നിയമ സംവിധാനങ്ങളും ഇടപെടണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.